അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു സംരംഭമാണ് മാനിപ്പാടത്തിന്റെ കിഴക്കേ ഭാഗത്ത് തൽപരകക്ഷികൾ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. അതിൽ പ്രസംഗിച്ച ഒരാള് ഒരു ഔലിയ പരിവേഷമുള്ള ഒരാളായിരുന്നു. ചെമ്മാട് പരിസരത്തൊക്കെ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്. പണ്ഡിതനായും സൂഫിയായും ഔലിയായിട്ടൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിച്ചു, ദാറുൽ ഹുദ ഒരു മതസ്ഥാപനമല്ല, ദീനീ സ്ഥാപനമല്ല, കാരണം അവിടെ ഇംഗ്ലീഷും കണക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കാരണം പറഞ്ഞു. ദാറുൽ ഹുദ പാഠ്യപദ്ധതിയിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തപ്പെട്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ആംഗലേയ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ വശമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടാൻ വേണ്ടിയാണ്. ദീനീയ ഇൽമ് പറഞ്ഞാൽ ദീനിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ച് അതിൻ്റെ പദ്ധതികൾ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സഹായകമാകാനാണ് ഒരാൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ അത് ദീനീ വിദ്യാഭ്യാസമായി. എന്നാൽ മറുവശത്ത് ഖുർആൻ തന്നെയാണ് ലോകമാന്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ പഠിക്കുന്നതെങ്കിൽ അത് ദീനീ വിദ്യാഭ്യാസമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദാറുൽ ഹുദ എന്ന ആശയത്തോടും അതിൻ്റെ പാഠ്യപദ്ധതികളോടും അധ്യാപന സംവിധാനങ്ങളോടുമൊക്കെ വിയോജിപ്പുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു സംരംഭമാണ് മാനിപ്പാടത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് തൽപരകക്ഷികൾ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. അതിൽ പ്രസംഗിച്ച ഒരാൾ ഒരു ഔലിയ പരിവേഷമുള്ള ഒരാളായിരുന്നു. ചെമ്മാട് പരിസരത്തൊക്കെ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്. പണ്ഡിതനായും സൂഫിയായും ഔലിയായിട്ടൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിച്ചു, ദാറുൽ ഹുദ ഒരു മതസ്ഥാപനമല്ല, ദീനീ സ്ഥാപനമല്ല, കാരണം അവിടെ ഇംഗ്ലീഷും കണക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കാരണം പറഞ്ഞത്. ഇതിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മൊയ്ലിയന്മാർ പള്ളി ദർസെന്ന് പഠിച്ചിരുന്നൊരു വിഷയമാണ് ഹിസാബ്, കണക്ക് പറഞ്ഞത്. അപ്പോൾ കഥയില്ലാത്ത വർത്താനം എന്നുള്ളതിന് തെളിവാണ് അത്. രണ്ടാമതൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞൊരു ഭാഷയാണ്, അന്താരാഷ്ട്ര തലത്തിൽ മികവ് നേടിയ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ദാറുൽ ഹുദ പാഠ്യപദ്ധതിയിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തപ്പെട്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ആംഗലേയ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ വശമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ് ആ കാഴ്ചപ്പാടിൽ ദാറുൽ ഹുദ പൂർണ്ണമായും ശരിയിലും സത്യത്തിലുമായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഹുദവികളിൽ പലരും എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭൗതിക കോളേജുകളിൽ, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുമായി സംവദിക്കുന്ന നിരവധി ഹുദവികളുണ്ട് ഇംഗ്ലീഷിൽ. ഉദാഹരണമായി സിംഗപ്പൂരിലെ മലബാർ മുസ്ലിം ജമാഅത്തിൽ അവിടെ അങ്ങനെ ഒരു സംഘടന ഉണ്ട്. അവർക്കൊരു മസ്ജിദ് ഉണ്ട്. അവിടെ പള്ളിയും ജുമയും നമസ്കാരവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 30 വർഷമായി അവിടെ ഹുദവികളുടെ സേവനമാണ് ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. കാരണം അവിടെ ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ സിംഗപ്പൂരിലെ ഭാഷ മലായ് ഭാഷയാണെങ്കിലും മലായിലല്ല അവിടെ പ്രസംഗം നടത്തപ്പെടുക, ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ വയല് പറയാൻ പറ്റിയ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് 25-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് ഉത്തരവാദപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് ആണ് ഹുദവികൾ അവിടെ 3 പതിറ്റാണ്ടായി സ്ഥിരമായി ജോലി ചെയ്ത് വരുന്ന ഒരു സംവിധാനം ഉണ്ടായത്. അറബിയിൽ ഖുതുബ നിർവഹിക്കും, ഇംഗ്ലീഷിൽ പ്രസംഗം നിർവഹിക്കും. ന്യൂസിലൻഡിലെ ഹുദവികൾ ഉണ്ടായിരുന്നു. അവിടെയും ഇംഗ്ലീഷ് ഭാഷയിലാണ് അവർ ദീനി അധ്യാപനവും ദീനി ക്ലാസ്സുകളും വിവിധ തരങ്ങളിലുള്ള അധ്യാപന സംരംഭങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹുദവികളുണ്ട്, അമേരിക്കയിൽ ഹുദവികളുണ്ട്. അപ്പോൾ ഇത്തരം പശ്ചാത്തലങ്ങളിൽ അവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് ദീനീ പ്രവർത്തനങ്ങളും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ നിർവഹിക്കാനുള്ള യോഗ്യത അവർക്ക് ഉണ്ടാകണം എന്ന നിലക്കാണ് അവർക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ദീനീയ ഇൽമ തന്നെയാണ്. ദീനീയ ഇൽമ പറഞ്ഞാൽ ദീനിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ച് അതിൻ്റെ പദ്ധതികൾ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സഹായകമാകാനാണ് ഒരാൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ അത് ദീനീ വിദ്യാഭ്യാസമായി. എന്നാൽ മറുവശത്ത് ഖുർആൻ തന്നെയാണ് ലോകമാന്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ പഠിക്കുന്നതെങ്കിൽ അത് ദീനീ വിദ്യാഭ്യാസമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു കഥയുമില്ലാതെയാണ് ചില വിമർശകന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ ദാറുൽ ഹുദക്കെതിരെ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലുള്ള അനുഭവമാണ് വേങ്ങര ഭാഗത്ത് ദാറുൽ ഹുദയുടെ നേതാക്കന്മാർ ഒരു സമ്പന്നനായ ഒരാളെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കോഴിക്കോട്ടുള്ള വലിയൊരു നേതാവ് പറഞ്ഞത് ദാറുൽ ഹുദ നമ്മുടെ സ്ഥാപനമല്ല പറഞ്ഞു.
അപ്പോൾ ഈ മൊയ്ലിയന്മാർ നുണ പറയുമ്പോൾ അവിടെ തെരുവിലുണ്ടാവും. ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് വേങ്ങര വന്നിട്ട് ഒരു മുതലാളിനോട് ദാറുൽ നമ്മുടെ സ്ഥാപനമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ നടക്കുന്നതല്ല, അല്ലെങ്കിൽ ഞാനും എൻ്റെ അനുയായികളും നടത്തുന്നതല്ല എന്നായിരിക്കും മുമ്പ് ഒരു മാന വെച്ചിട്ടുണ്ടാകും. ഈ മുതലാളി മനസ്സിലാക്കിയത് ദാറുൽ ഹുദ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനമല്ല എന്നാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ അവ്വലായ ജുംല ഉപയോഗപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ധാരാളം ദോഷൈക ദിർക്കുകൾ ഉണ്ടായിരുന്നു ദാറുൽ ഹുദയുടെ മുമ്പിൽ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ദാറുൽ ഹുദ അത്തരം പ്രതിരോധ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് വിജയത്തിലേക്ക് കുതിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. ഇതേപോലെ ഒരു ചിത്രം സുന്നി മഹൽ ഫെഡറേഷന് മുമ്പിലും ഉണ്ടായിരുന്നതായി കാണാൻ കഴിയും. അപൂർവം ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആദ്യകാലങ്ങളിൽ. അത് സുന്നി യുവജന സംഘത്തിന് സമാന്തരമായി ഉണ്ടാക്കിയതാണ്. അതുപോലെ സുന്നി മഹൽ ഫെഡറേഷൻ ദഅവാരംഗത്ത് പുതിയ സംവിധാനങ്ങളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അതൊന്നും സമസ്തയിലും സുന്നത്ത് ജമാഅത്തിലൊന്നും അറിയപ്പെട്ട രീതികളല്ല. അത് ചില നവീന രീതികളാണ്, ചില പൊതുജൻ പ്രവർത്തകന്മാരുടെ കാഴ്ചപ്പാടുകളാണത് എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്നും അപൂർവം ചില ആളുകളത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ദുർവിനിയോഗം ചെയ്തു വരുന്നുണ്ട്. അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമല്ല SMFൻ്റെ പദ്ധതികൾ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ സുന്നി മഹൽ ഫെഡറേഷൻ 1976 രൂപീകൃതമായിട്ട് ഈ അരനൂറ്റാണ്ട് കാലത്തിനിടക്ക് സുന്നത്ത് ജമാഅത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ തൽപര കക്ഷികളുടെ ഉദ്ദേശ്യം സത്യസന്ധമല്ല എന്നതുകൊണ്ട് തന്നെ അവർ ചില ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഇത്തരം വിദണ്ഡവാദങ്ങളുമായി രംഗത്ത് വിലസുന്നത്. ഇത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ദീനീയായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്ന ആളുകൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള പ്രതികൂലാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അത് ദേവാരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ മാത്രം അനുഭവമല്ല, അംബിയ മുർസലിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ശത്രുക്കളുടെ നിഗൂഢ പരിപാടികളും പദ്ധതികളും അഭിമുഖീകരിക്കാത്ത ഒരൊറ്റ നബിയും റസൂലുമില്ല. പിശാച് ഏതെങ്കിലും കോലത്തിൽ അവിടെ വന്ന് അവൻ്റെ ഉദ്ദേശ്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കും. പിശാച് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് പിശാച്, ജിന്നുകളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ശയാത്തീനുൽ ഇൻസി വൽ ജിൻ. അപ്പോൾ പിശാച് പല കോലങ്ങളിൽ ദൈവാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ മുമ്പിലുണ്ടാവും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ മാത്രമല്ല, വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, സൂഫികൾ, സാഹിദീങ്ങൾ, ആരിഫ്യങ്ങൾ തുടങ്ങിയവർ. പിന്നെ അംബിയ മുർസലീങ്ങളുടെ വളരെ ശക്തമായ അംബിയ മുർസലീങ്ങളുടെ മാർഗദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്ന സഹാബികൾ, അവരുടെ സന്തത സഹചാരികൾ, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞതുപോലെ ഹവാരികൾ, ഇവരൊക്കെ ഇങ്ങനെയുള്ള പ്രതികൂലാവസ്ഥകൾ അഭിമുഖീകരിച്ചിരുന്നു. ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിൻ നബിയ്യിൻ വലാ റസൂലിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതി. പിശാച് അവൻ്റെ നിഗൂഢ തന്ത്രങ്ങളുമായി രംഗത്ത് വരുന്ന പറഞ്ഞതിന് താല്പര്യം. അപ്പോൾ അൽഹംദുലില്ലാഹ് സുന്നി മഹൽ ഫെഡറേഷന് പിന്നീട് അതിൻ്റെ കീഴിൽ സ്ഥാപിതമായ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഉടലെടുത്ത ദാറുൽ ഹുദ മറ്റു പല സംരംഭങ്ങളിലും ഇതുപോലെയുള്ള ശത്രുക്കളുടെ നിഗൂഢ പ്രവർത്തനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതായി കാണാൻ സാധിക്കും. പ്രവർത്തകന്മാർ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക, തങ്ങളുടെ ലക്ഷ്യം സത്യസന്ധമാണ് എന്ന ദൃഢനിശ്ചയത്തിൽ ശത്രുക്കൾക്ക് കടന്നു വരാൻ ഇടം നൽകാതിരിക്കുക എന്നതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് ഇന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിൽ പ്രവേശനം നേടി പഠിച്ചു. അവരും അവരുടെ രക്ഷിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ ഗുണകാംക്ഷികൾ, അവരുടെ സഹപ്രവർത്തകന്മാർ തുടങ്ങി പരസഹസ്രം ആളുകൾ ദാറുൽ ഹുദയുടെ സഹായികളും സഹകാരികളുമാണ്. അപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടാകും എന്നതിന് തെളിവാണ് ഈ പറഞ്ഞത്. ദാറുൽ ഹുദയുടെ പാഠ്യപദ്ധതി 12 കൊല്ലം നീണ്ടു നിൽക്കുന്നതാണ്. 5 കൊല്ലം സെക്കൻഡറി, അടുത്ത 2 കൊല്ലം ഹയർ സെക്കൻഡറി, അടുത്ത 3 കൊല്ലം ഡിഗ്രി, അവസാനത്തെ 2 കൊല്ലം PG എന്നിങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. അപ്പോൾ ഇത്ര കാലം പഠിക്കാൻ ആളെ കിട്ടുമോ എന്ന സംശയമുള്ളവരുണ്ടായിരുന്നു. ഇതൊരു ദൈർഘ്യം ഉള്ള സമയമാണ്, അല്ലെങ്കിൽ ഡ്യൂറേഷനാണ്. അപ്പോൾ അതിന് കുട്ടികളെ കിട്ടുമെന്നുള്ള സംശയം പലരും ആദ്യകാലങ്ങളിൽ വിശിഷ്യ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് അധികം വരുന്നില്ല സമയം. 5 കൊല്ലം കുട്ടി നാട്ടിൽ പഠിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, പിന്നെ 5 കൊല്ലം സെക്കൻഡറി, അപ്പോൾ 10 കൊല്ലമായി. പിന്നെ 2 കൊല്ലം ഹയർ സെക്കൻഡറി, 12 കൊല്ലമായി. പിന്നെ 3 കൊല്ലം ഡിഗ്രി, 15 കൊല്ലമായി. പിന്നെ 2 കൊല്ലം PG, 17 കൊല്ലമായി. നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവർ MA പാസ്സാകാൻ ഇതേ സമയം വേണം. ദാറുൽ ഹുദയിലും നൽകപ്പെടുന്നത് മതവിദ്യാഭ്യാസത്തിലുള്ള PG ആണ്. അപ്പോൾ സമയം അധികമില്ല. മാത്രമല്ല അതേ സമയം ഈ കുട്ടി 2 വിദ്യാഭ്യാസം ഒന്നിച്ച് കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കളെ ഒന്നുകിൽ നമ്മൾ ഹൈസ്കൂളിലേക്ക്, കോളേജിലേക്ക് അയച്ചാൽ
അവന് കേവല ഭൗതിക വിദ്യാഭ്യാസം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ദാറുൽ ഹുദ സംവിധാനത്തിലാകട്ടെ ആ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ അവഗാഹം നേടി ഖുർആന്, ഹദീസ്, ഫിഖ്ഹ്, തഫ്സീർ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അഗാധമായ പഠനം നടത്തി മതവിഷയങ്ങളിലും അവൻ വലിയ പണ്ഡിതനായിത്തീരും. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് മേഖലകളിലുള്ള മികവാണ് വൈജ്ഞാനികമായി ദാറുൽ ഹുദയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ദാറുൽ ഹുദയിൽ ഇബാദത്ത് പരിശീലനം, നമസ്കാരങ്ങളൊക്കെ നിർബന്ധമായി ജമാഅത്തിൽ പങ്കെടുത്ത് നിർവഹിക്കണം. പിന്നെ ഖുർആൻ പാരായണം, ഹദ്ദാദ്, സലാത്ത് മജ്ലിസ്, ഹദ്ദാദ് മജ്ലിസ്, പിന്നെ സുബഹി നിസ്കരിച്ചാൽ കുട്ടികൾ ഒന്നായിട്ടുള്ള ഖുർആൻ പാരായണ സംവിധാനം, ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതും ഈ കുട്ടിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി പൂർത്തീകരിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 12 കൊല്ലമെങ്കിലും വേണമെന്ന് ആദ്യമേ ദാറുൽ ഹുദയോട് ബന്ധപ്പെട്ട ആളുകൾ ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഈ സ്റ്റേജുകൾ, ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റേജുകൾ, ലെവൽ, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG എന്നിങ്ങനെ വിഭജിതമായത്. മാത്രമല്ല എഴുതാൻ പരിശീലിക്കുന്നു, പ്രസംഗിക്കാൻ പരിശീലിക്കുന്നു. കേവലം പ്രസംഗിക്കലല്ല, ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന 4 ഭാഷയിലും കുട്ടികൾക്ക് പ്രസംഗിച്ച് പരിശീലിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് മഹാസിൻ, ഒരുപാട് നന്മകൾ, ഗുണങ്ങൾ, പ്ലസ്സുകൾ ദാറുൽ ഹുദയിൽ താമസിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേടിയെടുക്കാൻ കഴിയും. മാത്രമല്ല സ്കൂൾ രാവിലെ വന്ന് വൈകിട്ട് സ്കൂൾ വിട്ടുപോയി പിന്നെ അങ്ങാടികളിലൊക്കെ സ്വൈരവിഹാരം നടത്തുന്ന കുട്ടികൾക്ക് സാംസ്കാരികമായ അപകടങ്ങൾ സംഭവിക്കും. ഏതെങ്കിലും ചങ്ങാതിമാരെ കൂടെ കൂടി അവർ പല വിധത്തിലുള്ള ജീർണ സംസ്കാരങ്ങൾക്കും വിധേയരാകും. ദാറുൽ ഹുദയിൽ അങ്ങനെയല്ല. കുട്ടികൾ മാസത്തിലൊരിക്കലാണ് നാട്ടിലേക്ക് പോകാനുള്ള അവരുടെയുള്ള ലീവ്. ബാക്കിയുള്ള 28-29 ദിവസം അവർ സ്ഥാപനത്തിൽ താമസിക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. സുബ്ഹിൻ്റെ ജമാഅത്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ മറ്റോ വന്നുകൊണ്ടോ ഖുർആൻ പാരായണം നിർവഹിക്കുന്നു. എല്ലാ ദിവസവും ഇശാ നിസ്കാര ശേഷം ഹദ്ദാദിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ സലാത്ത് മജ്ലിസ്, മറ്റു പല ഇങ്ങനെയുള്ള ആത്മിക പരിപോഷണത്തിന് ആവശ്യമായ സംവിധാനങ്ങളും ദാറുൽ ഹുദയിൽ കൃത്യമായി നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ 12 കൊല്ലം എന്ന് പറഞ്ഞാൽ കേവലം പഠനത്തിനല്ല, വിപുലമായ പഠനത്തിന്, പഠനവുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒക്കെ ദാറുൽ ഹുദ പാഠ്യപദ്ധതിയിൽ സമയം നീക്കി വെക്കപ്പെട്ടു. അതുകൊണ്ട് ഈ 12 കൊല്ലം എന്നത് അധികം അല്ല, ഒരു അസഹനീയമായ ദൈർഘ്യം അതിലില്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ കുട്ടികൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 4000-ഉം അതിലപ്പുറവുമൊക്കെയുള്ള അപേക്ഷകന്മാർ ഓരോ കൊല്ലവും ദാറുൽ ഹുദയിലെ പ്രവേശനത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാഠ്യപദ്ധതി തനതായി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, 12 കൊല്ലമായി 4 സ്റ്റേജുകളിലായി വിതരണം ചെയ്യപ്പെട്ട അതിൻ്റെ ലെവലുകൾ, അതുപോലെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം വളരെ വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി ആവിഷ്കൃതമായതാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് മുസ്ലിം ഉമ്മത്തും മാനവിക സമൂഹവും ലോകത്തിൻ്റെ നാനാഭാഗത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൗത്യവുമായി കൂടുതൽ ശക്തിയോടെ, കൂടുതൽ പ്രവർത്തന ശേഷി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ദാറുൽ ഹുദക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിയത് അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, KM സൈദലവി ഹാജി കോട്ടക്കൽ തുടങ്ങി പല ആളുകളും അവരുടെ സ്വന്തം വകയായിട്ടാണ് ഭൂമി വാങ്ങിയത്. ദാറുൽ ഹുദയുടെ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രാഥമിക ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വർഷകാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ഇവിടെ അന്ന് പില്ലറുകളൊക്കെ ഏറെക്കുറെ താഴ്ചയിലാണ്, കമ്പി ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നു, പില്ലറുകളുടെ കമ്പി. ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ദാറുൽ ഹുദയുടെ സ്വന്തം നാടായ ചെമ്മാട്ട് നിന്ന് തന്നെ ചില ആളുകൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നേതാക്കന്മാർ പിരിവിൻ എന്ന സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കും. ദാറുൽ ഹുദയൊക്കെ വലിച്ചു പോയിട്ടുണ്ട് എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ആ ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നാലും ഒന്നും കാണാതെ മുകളിലേക്ക് കമ്പി മാത്രമേ കാണുള്ളൂ, ബാക്കി വലിച്ചു പോയി എന്ന് ലംഘ്യ ഭാഷ്യ.